ദാസി അന്ന ഒരു വിധവയാണ്. എന്താ ഇസഹാക്ക്? ഇസഹാക്കുമായി അന്ന് ആലോചിച്ച കാര്യം? ഏത് കാര്യം? അത് നിൽക്കട്ടെ, റബ്ബയിൽ നിന്ന് എന്താണ് വർത്തമാനം? ഞങ്ങളെ കൊണ്ട് വല്ല പ്രയോജനവും? വയസ്സ് 76 ആയില്ലേ? എത്ര വയസ്സായാലെന്താ, വീരന്മാരെന്നും വീരന്മാർ തന്നെ. വയസ്സായെങ്കിലും യഹോവയ്ക്ക് വേണ്ടി ഒരു വാളെടുക്കാൻ ഇന്നും കഴിയും. ഇസഹാക്കിന് ഒരു നിർദ്ദേശമുണ്ട്. അന്ന് ദേവാലയം പണിയുവാൻ കുറെ വെള്ളിയും പൊന്നും സംഭരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നുവല്ലോ. റബ്ബയിൽ വെള്ളിയുണ്ടെന്നാണ് ഇസഹാക്കിന്റെ പക്ഷം. അത് വയ്യല്ലോ ഇസഹാക്ക്. രബ്ബ കൊള്ളയിടേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ദേവാലയം പണിയാതെ നിവർത്തിയില്ല എന്ന് പറയുന്നത് സങ്കടമാണ്. ഞാൻ എന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. എന്റെ നില ഉറച്ചതാണ്. പക്ഷേ സാക്ഷ്യൻ പെട്ടകം വെറും ഒരു കൂടാരത്തിൽ കഴിയുന്നിടത്തോളം കാലം ഇസ്രായേലിന്റെ സിംഹാസനം ഉറച്ചിട്ടില്ല. ദേവാലയം നമുക്ക് കൂടിയേ തീരൂ. പക്ഷേ ഈ കൈകൾ കൊണ്ട് അത് സാധിക്കുമോ എന്ന് സംശയമാണ്. ഈ കൈകൾ മുഴുവൻ രക്തമാണ്. ഏതായാലും വസ്തുക്കളെല്ലാം ശേഖരിക്കുക തന്നെ. ഇസഹാക്കിന്റെ ഒട്ടകങ്ങളെ പെട്രോയിലേക്ക് നയിക്കൂ. അഖിൽ, ചന്ദനം, ദേവദാരു ഇവയെല്ലാം എത്രമാത്രം കിട്ടുമെന്ന് അന്വേഷിച്ചു വയ്ക്കുക. ഈ വൃദ്ധന്റെ കഴിവ് മുഴുവൻ അങ്ങേക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ റബ്ബയിൽ അത് കൂടാതെ കഴിക്കാം. യഹോവ അനുഗ്രഹിക്കട്ടെ. അന്ന